ഷാനവാസ് 8%, അനുമോൾ 19%, അക്ബർ 21%. Let's go! We are supporting അനീഷേട്ടാ. അനുമോടെ ലീഡ് കുറഞ്ഞു. ഇപ്പം അനീഷാണ് കയറിയത് തൊപ്പിയുടെ ഒറ്റ ലൈവ് കാരണം. നിങ്ങൾ അനുമോ വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അനുമോടെ മാത്രമല്ല ഷാനവാസിന്റെ വോട്ടും കുറഞ്ഞു. ഇപ്പൊ അക്ബറാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അനുമോ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷാനവാസിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ഇപ്പൊ ഇവിടെ കപ്പ് തൂക്കാൻ പോകുന്ന അനീഷാണ്. എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്തായാലും ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക. ഹൈപ്പ് കൊടുക്കാത്ത ഹൈപ്പ് കൊടുക്കുക. ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അനുമോൾ ഷാനവാസ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. അപ്പം വോട്ടിങ്ങില്ല. ഇന്നലെ ഒരു 1.5 ലക്ഷം വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു ഈ പറയുന്ന അനുമോൾക്ക്. ഇന്നലെ രാത്രിത്തോടെ അതെല്ലാം ഇതായെന്ന് തന്നെ പറയാം. കാരണം തൊപ്പി ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. തൊപ്പി ലൈവ് ഇട്ട സമയത്ത് പോളിംഗ്, അതിൻ്റെ അകത്ത് പോളെന്ന് വെച്ചാൽ തൊപ്പിയുടെ ലൈവ് നിസ്സാരമല്ല. തൊപ്പി പറഞ്ഞാൽ കേൾക്കാൻ ഒരുപാട് ജനങ്ങളുണ്ട്. തൊപ്പി ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ 1 മിനിറ്റ് 2 മിനിറ്റ് വരുന്നത് 60,000 70,000 80,000 ആൾക്കാരാണ് വരുന്നത്. ആ ലൈവ് തന്നെ 1-2 മണിക്കൂർ പോകുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ഒരു ലൈവാണ് തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയുടെ. പണ്ടത്തെ തൊപ്പിയിൽ ഇപ്പോൾ തൊപ്പി പറയുന്ന ഓരോ വാക്കിനും വിലകൾ ഇവിടുത്തെ ജനങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. കാരണം പണ്ടത്തെ തൊപ്പി അറിയാലോ, നമ്മൾ തൊപ്പിയുടെ വീഡിയോ പോലും വെക്കത്തില്ലായിരുന്നു. ഇപ്പോഴങ്ങനല്ല, ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ തൊപ്പി ഇന്നലെ പറഞ്ഞൊരു പേരെന്താണെന്ന് വെച്ചാൽ അനീഷിന് വോട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഈ പറയുന്ന അനുമോക്ക് ഇപ്പോൾ വോട്ട് പറയുന്നുണ്ട്. അതുപോലെ ഷാനവാസിനും വോട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കൂടുതൽ വോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് അക്ബർ, പിന്നെ അതുപോലെ തന്നെ അനീഷിനാണ്. പിന്നെ അറിയാലോ, ഈ തൊപ്പിയുടെ ഏരിയയിൽ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന അക്ബറിന് വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇപ്പം അറിയാൻ കഴിഞ്ഞിരിക്കുന്ന അനുമോൾ അക്ബറാണ് 1-2 സ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷിന് വമ്പൻ ലീഡ് എന്നാണ് അറിയാൻ കഴിയുന്നത്, വമ്പൻ ലീഡ്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവ് അനുമോടെ കാര്യത്തിന് വേണ്ടി ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന അതിൽ മാത്രമേ ഉള്ളൂ. അതിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെ 7,000 വോട്ട് കളക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ വിളിച്ചു പെടാൻ 10,000 വോട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ട് അവൻ തന്നെ ഈ OTP ഒക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ കുറേ വോട്ടൊക്കെ അവൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ അവൻ പൈസയ്ക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ പൈസയ്ക്ക് വേണ്ടി നടക്കുന്നതൊക്കെ. അവൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അറിവ് അവൻ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന അനുമോക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഓക്കെ, ഞാനിവിടെ അത്യാവശ്യം ഞാൻ എൻ്റെ വോട്ട് ഷാനവാസിനാണ് കൊടുക്കുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ കുടുംബക്കാരാണെങ്കിൽ ഞങ്ങളുടെ അയൽക്കാരെല്ലാവരും ഷാനവാസിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ടും ഞാൻ ഷാനവാസിനെ സംസാരിക്കുന്നതുകൊണ്ടും അവരങ്ങനെ കാണുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് രാത്രി എല്ലാം മറിഞ്ഞു. ഈ പറയുന്ന അക്ബർ കയറുന്നുണ്ട്, ഷാനവാസ് താഴോട്ട് പോയി. ഇപ്പം 4ാമത് പോയിക്കൊണ്ടിരിക്കുകയെന്ന് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അനീഷാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്. ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തൊപ്പിയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അനുമോൾ നിങ്ങൾ അനുമോളിൽ വോട്ട് ചെയ്തോ. കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. PR കാരണം അനുമോൾ ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാന്ന് പറയുന്നുണ്ട്. പക്ഷെ അനുമോക്ക് PR ഉണ്ടോ? അനുമോളാണ് PR-ന്റെ മോനെ. അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഈ അനുമോളെയും അനീഷിനെയും സപ്പോർട്ട് ചെയ്യാൻ ഒരു നേർത്ത രേഖ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് മനസ്സിലാ. ഇതിൽ 2 ആൾക്കാർ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കാര്യങ്ങൾ അറിയുന്നത് ഇവര് ഇത് ഭയങ്കര PR ആണ് നടക്കുന്നത്. ഞാൻ കാര്യം പറയില്ല. അതായത് ഓളെ വീട്ടുകാരടക്കം വീഡിയോ ഇറക്കുമ്പോ കണ്ടില്ല. ഓക്ക് 2 വീടുണ്ട്. ഒന്ന് പഴയ വീട്, ഓള് ജനിച്ചു വളർന്നൊരു വീടും, പിന്നെ ഇപ്പുറത്തെ ഓളൊരു വലിയ വീട്, ഓളെ അടുത്തൊരു വീടും. എന്നിട്ട് ഓളെ അച്ഛൻ അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയുന്ന വീഡിയോ എടുക്കുന്ന എവിടുന്ന് അറിയോ? ആ പഴയ വീട്ടിൽ നിന്ന്, ഓടിട്ട വീട്ടിന്റെ മുന്നിൽ നിന്ന്. അതായത് എല്ലാത്തിനും നല്ല ബുദ്ധിയും കുരുട്ടുമായിട്ട് അവന്മാർ കളിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതൊക്കെ അതിൽ സാധാരണക്കാരൻ ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ഇത്. എന്നിട്ട് ഇവര് ഭയങ്കര ദാരിദ്ര്യം പറയില്ലടാ. അതായത് അനുമോൾക്ക് ഇതില്ല, കുറെ കടങ്ങളുണ്ട്, പൈസ ഇല്ല കയ്യില്, ദാരിദ്ര്യത്തിലാന്ന്. എന്തൊരു തൊള്ളടാ. എടാ മോനെ, ഒരു പരിപാടിക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ എത്ര പൈസ വാങ്ങുമെന്ന് ഞമ്മക്കറിയാം. ഓക്കെ, ഞമ്മക്കറിയാം. സാധാരണക്കാരെ പറ്റിക്കാൻ നോക്കല്ലേ മോനെ. സാധാരണക്കാരെ പറ്റിക്കാൻ നിങ്ങൾ നോക്കല്ലേ. ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരാൾക്ക് ഒരു പരിപാടിക്ക് പോയാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 100K ഫോളോവേഴ്സ് ഉള്ള ഒരാൾ പോലും എത്ര പൈസ വാങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ചാനൽ പരിപാടിന്റെ റെമ്യൂണറേഷൻ എത്രയാ? ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ അനുമോളയിൽ എത്ര പൈസ ഉണ്ടെന്ന്, അനുമോളയിൽ എത്ര ഇറക്കിയിട്ടുണ്ടെന്നല്ലോ നമുക്കൊരു ധാരണ. ഓക്കെ, ഇപ്പൊ തൊപ്പി പറയുന്നത് PR-ന്റെ കാര്യമാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കസിൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരും ആക്കിയതൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് കരുതി. നിങ്ങൾ വിചാരിക്കും ഇത്രയും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ നടക്കുന്ന സമയത്താണെങ്കിൽ നീ എന്തിനാ കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ തൊപ്പി ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന അനീഷിനെ കുറിച്ചാണ് കേട്ടോ. ഈ പറയുന്ന അനീഷിന് എത്ര ഏക്കർ വസ്തുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ ആദ്യം അതന്വേഷിച്ചു ഇട്ട് ഇമാതിരി സംസാരിക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത്. എത്ര ഏക്കർ വസ്തുവും കാര്യങ്ങളും അതൊക്കെയുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്കൊന്നുമില്ല. അത് വേറെ കാര്യങ്ങൾ. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും തൊപ്പിക്ക് അറിയാത്തതുകൊണ്ടാണ് തൊപ്പി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നൊന്നുമില്ല. എന്തായാലും അത്യാവശ്യം വോട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പറ്റുന്നില്ല വോട്ട് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. അതിൻ്റെ ചെറിയൊരു പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ക്ലിയർ ചെയ്യുന്ന അതിൽ അവനെ കൂടി മാക്സിമം അത് ട്രൈ ചെയ്യുന്നുണ്ട്. എങ്ങനെ ആയാലും ഇന്നലെ തന്നെ അവൻ എന്നോട് പറഞ്ഞില്ല,
ഞാനും എൻ്റെ ഒരു കസിനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് തന്നെ അവർ രണ്ടും കൂടെ അങ്ങോട്ട് അങ്ങോട്ട് 700 സംതിങ്ങോളം ഔട്ട് ചെയ്യാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ സത്യം പറഞ്ഞാൽ PR-നേക്കാളും പണിയെടുക്കുന്നത് നീ ആണല്ലോടാന്ന് ചോദിച്ചു. പിന്നെ എല്ലാവരും പറയുന്നത് പൈസ മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. അവൻ അത്ര ചെറ്റയല്ല, കാരണം അവനെ എനിക്ക് നല്ല രീതിയിൽ അറിയാം. അത്ര നാണം കെട്ട ഒരു നാറിയല്ല അവനാ. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച്. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ചാനൽ മോശമായ സമയത്ത് എൻ്റെ 2-3 മാസത്തെ റവന്യൂ കുറവായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിക്കാതെ പോലും എൻ്റെ അക്കൗണ്ടിൽ അവൻ പൈസ ഇടുമായിരുന്നു. എന്നിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെങ്കിൽ ചെയ്യും. ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ എപ്പോൾ തന്നു തീർക്കാനാന്ന് പറഞ്ഞു. അത് ഞാൻ ചോദിച്ചെങ്കിൽ മാത്രം നീ തന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ എന്നോട് അവൻ സംസാരിച്ചിട്ടുള്ളത്. അതിൽ എനിക്ക് നല്ല രീതിയിൽ അറിയാം. ഞങ്ങൾ ഈ അനുമോടെ കൈസെട്ടി മാത്രമേ ഉള്ളൂ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടിട്ടുള്ളത്. പിന്നെ സായിയെ വിളിക്കുന്നുണ്ട് തൊപ്പി, അതുകൂടെ ഞാനൊന്ന് വെച്ചുതരാം. എടാ ബിഗ് ബോസിന്റെ വോട്ടിംഗ് ഇന്ന് രാത്രിയാണോ തീരുമല്ലോ നാളെ രാത്രിയാണോ? നാളെ നൈറ്റ്. ഉറപ്പല്ലേ? 12 ശനിയാഴ്ച രാത്രി 12. ഓക്കെ താങ്ക് യു. നീ ആരെ സപ്പോർട്ട് ചെയ്താ? ഞാൻ ആരും സപ്പോർട്ട് ഇല്ല, മോഹൻലാൽ. നിന്റെ അഭിപ്രായം? ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിന്റെ അഭിപ്രായം? എടാ അങ്ങനെയൊന്നുമില്ല, ഫെയർ ആയിട്ട് കളിച്ചത് നമുക്ക് തോന്നി ആയിരിക്കില്ല. അല്ല ഈ 2 ദിവസം ഷോ കണ്ടിട്ട് ചെയ്യില്ലേ, ഈ ഫുൾ ഷോ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല, പക്ഷേ ഫെയർ അല്ല. സ്റ്റിൽ എനിക്കൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലടാ. എടാ ഫുള്ള് ഷോ കാണാതെ ചുമ്മാ ഇടയിൽ ഒരു അഭിപ്രായം പറയുമ്പോ അത് അതിന്റെ ക്രെഡിബിലിറ്റിനെ ബാധിക്കോ? പിന്നെ 100 ദിവസമുള്ള ഷോ അല്ലേ. നാളെ ഇതിന്റെ ഓപ്പോസിറ്റ് അനക്ക് അറിയാണ്ട് ഇതിന്റെ ലെവൽ ഓഫ് PR ഒക്കെ എത്രയാണുള്ളത്. നാളെ തൊപ്പി നാളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് അന്നെ ചിലപ്പോ എല്ലാവരും കൂടി മുറിച്ച് PR ആക്കി കളയും. എന്ത് ചെയ്യും? PR ഒന്നല്ല, ഞാൻ 10 പൈസ വാങ്ങാണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഡോൺ സപ്പോർട്ട് എനിവൻ. നാട്ടുകാരോട് പറ, നന്നായി കളിച്ചു നിങ്ങൾ തോന്നിയ ആൾക്ക് കളിച്ചിട്ടോളം പറ. ആണോ? 100 ദിവസം കണ്ടു. പക്ഷെ എന്നാലും എനിക്ക് ഒരാളെ ജയിപ്പിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമാടാ. അത് കപ്പ് കൊടുക്കാൻ പറഞ്ഞു. ആൾക്കാരെന്തെങ്കിലും പറയട്ടെ, ഞാൻ എന്തായാലും ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പോയത്. ആൾക്കാരെന്തെങ്കിലും പറയട്ടെ. ഞാൻ പറയുന്നത് ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്ത് നോക്കാം. കഴിഞ്ഞ പോലെ ഞാൻ ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത് ജിൻഡോ കപ്പ് എടുത്ത്. ഇക്കൊല്ലം നമുക്ക് നോക്കാം, എന്താവും നോക്കാം. ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. ബൈ, സി യു. നമ്മുടെ സായി ചേട്ടനാണ്, സീക്രട്ട് ഏജന്റ് ആണ് വിളിച്ചത്. അപ്പോഴാണ് പറഞ്ഞു, പുള്ളി പറഞ്ഞ് കറക്റ്റ് കാര്യമാണ്. ഇന്നലെ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് മാത്രം ഇരുന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അനീഷിനകത്ത് ചെയ്യും മറ്റേ ചെയ്യുന്ന പറയുന്നത് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. തൊപ്പിക്ക് അത്യാവശ്യം നല്ല ഫോളോസും കാര്യങ്ങളുണ്ട്. തൊപ്പി പറഞ്ഞാൽ ഇവിടെ കേൾക്കാൻ ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പം അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു BB മൊത്തം ഇരുന്ന് കണ്ടിട്ടിരുന്ന് സംസാരിച്ചാൽ പിന്നെ അന്തസ്സുണ്ടെങ്കിലും പറയും. ഇതൊന്നും സംസാരിക്കാതെ വന്നിട്ടാണ് ഈ തൊപ്പി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം എനിക്ക് അതിനോട് അത്ര യോജിക്കാൻ ഒരു ചെറിയൊരു മടിയുണ്ട്. ഓക്കെ, ഇനി തൊപ്പി പറയുന്ന ബാക്കിയും കൂടെ കേൾക്കാം. അല്ല അങ്ങനെ പേടിച്ചിട്ട് ആൾക്കാരെ പേടിച്ചിട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള ആളെ നമുക്ക് പറഞ്ഞോളൂ അല്ലെ? സ്വാതന്ത്ര്യം നമുക്ക്. ഗൈസ്, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. 10 പൈസ PR അങ്ങനത്തെ പരിപാടിയല്ല. അതാണ് ഞാൻ പറയും. ഓക്കെ, അതാണ് ഞാൻ പറയും. PR ഇതോ 10 ഉറുപ്പ്യ ഞാൻ കൈമന്ന് ആരെ കൈമന്ന് വാങ്ങാണ്ട്, ഓക്കെ, ആരെ കൈമന്ന് വാങ്ങാണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഐ സപ്പോർട്ട്. നിൽക്ക് ആദ്യം ഒന്ന് വോട്ടർ ഇട്ടെ, ഒറ്റ സെക്കൻഡ് ഗൈസ്. ഓ, ഷാനവാസ് 8%, അനുമോൾ 19%, അക്ബർ 21%. ലെറ്റ്സ് ഗോ. അല്ല, നീ എന്തിനാ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതെന്തിനാ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഗൈസ്, എവരിബഡി വാങ്ങിട്ട് ചെയ്യുന്നതല്ല ഗൈസ്. എല്ലാരും അനീഷിന് പോയിട്ട് വോട്ട് ചെയ്യണം. ഓക്കെ, ഈക്വൽ അനീഷ് തൂക്കണം, കപ്പ് അനീഷ് തൂക്കണം. ഓക്കെ, എല്ലാരും ഇതിൽ വോട്ട് ചെയ്തവരും ഇതിൽ സ്പാം ചെയ്യുന്നവരും കമന്റിൽ ഇടുന്നവരും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ആണോ പവർ, തൊപ്പിക്കാണോ പവർ എന്ന് നിങ്ങളൊന്ന് സംസാരിക്കുക. ഇത് കാണുന്ന പ്രേക്ഷകരോടാണ് ഞാൻ ചോദിക്കുന്നത്, തൊപ്പിക്കാണോ പവർ അത് നിങ്ങൾക്കാണോ പവർ? നിങ്ങൾ തീരുമാനിക്കണം ഇവിടെ ആര് വിൻ ചെയ്യണമെന്ന്. നിങ്ങൾ തീരുമാനിക്കണം. അല്ലാതെ തൊപ്പിയോ അല്ലെങ്കിൽ ഒരു ഡാനിയോ അല്ലെങ്കിൽ ഒരു അതിരോ അല്ലെങ്കിൽ ആരോ ഇതൊന്നും അല്ല, നിങ്ങൾ തീരുമാനിക്കണം. അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് വോട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥിക്ക് വേണ്ടി വോട്ട് കൊടുക്കുക. ഇപ്പം പലയിടത്തും ഈ ഒരു വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അക്ബറിന് വോട്ട് കയറുന്നുണ്ട്, ഷാനവാസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അതിന്റെ കൂടെ ഒരു വീഡിയോ ജസ്റ്റ് അക്ബറിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ കയറട്ടെ. നമ്മുടെ സർക്കിൾ, എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന അക്ബറിനാണ്. കാരണം ഫ്രണ്ട് സർക്കിളിലുള്ളവരെല്ലാവരും വോട്ട് കൊടുക്കുന്ന അക്ബറിനാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചേ. അപ്പോൾ ഇവിടെ ഷാനവാസ് ഒരു 3rd അല്ലെങ്കിൽ ഒരു 2nd എങ്കിലും കിട്ടണം, എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണ്. കാരണം ഇപ്പം ഞാൻ എന്തായാലും ഈ BBയിലെ ലാസ്റ്റ് 15 ദിവസത്തെ കോണ്ടന്റ് വെച്ച് നോക്കുമ്പോൾ അനുമോളാണ്. അത് വെച്ചിട്ട് ആൾക്കാർ വോട്ട് ചെയ്യത്തുള്ളൂ. അതെനിക്ക് നല്ല രീതിയിൽ അറിയാം. എന്തായാലും ഷാനവാസിന് കപ്പ് കിട്ടാൻ പോകുമെന്ന് ചോദിച്ചാൽ ഒരു ഫാൻ ബോയ് എന്ന നിലയ്ക്ക്, ഒരു റിവ്യൂർ എന്ന നിലയ്ക്ക് BB ഇത്രയും ദിവസം കണ്ടെന്നൊരു നിലയ്ക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ അദ്ദേഹം 2nd 3rd ഡിസർവ് ആണ്. അത് അക്ബറിനെ പോലുള്ള ഒരുത്തിന് കൊണ്ടുപോകാനുള്ളതല്ല. പക്ഷേ
അനുമോൾക്ക് പി ആർ ഉണ്ടോ? അനുമോളാണ് പി ആറിന്റെ മോനെ. അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഞാൻ ഈ അനുമോളെയും അനീഷിനെയും സപ്പോർട്ട് ചെയ്യാൻ ഒരു നേർത്ത രേഖ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് മനസ്സിലായി. ഇതിൽ രണ്ടാൾക്കാർ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത്. ഇവര് ഇത് ഭയങ്കര പി ആർ ആണ് നടക്കുന്നത്. ഞാൻ കാര്യം പറയില്ല. അതായത് ഓളെ വീട്ടുകാരടക്കം വീഡിയോ ഇറക്കുമ്പോ കണ്ടില്ല. ഓക്ക് 2 വീടുണ്ട്. ഒന്ന് പഴയ വീട്, ഓള് ജനിച്ചു വളർന്നൊരു വീടും, പിന്നെ ഇപ്പുറത്തെ ഓളൊരു വലിയ വീട്, ഓളെ അടുത്തൊരു വീടും. എന്നിട്ട് ഓളെ അച്ഛൻ അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയുന്ന വീഡിയോ എടുക്കുന്ന എവിടുന്ന അറിയോ? ആ പഴയ വീട്ടിൽ നിന്ന്, ഓടിട്ട വീട്ടിന്റെ മുന്നിൽ നിന്ന്. അതായത് എല്ലാത്തിനും നല്ല ബുദ്ധിയും കുരുട്ടുമായിട്ട് അവന്മാര് കളിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഓക്കെ, മുമ്പേ കണ്ട പോലെ തന്നെ അങ്ങനെയാണ് അനീഷിനെ അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ വോട്ടും കാര്യങ്ങളൊക്കെ ആർക്ക് കൊടുത്തു കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാസ്റ്റിൽ തന്നെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ നോക്കുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. അപ്പോൾ ഷാനവാസിന്റെ കാര്യങ്ങൾ മറക്കല്ലേ, അത്യാവശ്യം തേടക്കിന് കിട്ടണം.